ജൂൽ മാക്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിയർ ഇമ്പിച്ചിബാവ ഹോസ്പിറ്റൽ, ചമ്മരവട്ടം റോഡ്, ആലത്തിയൂർ. നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. തിരൂർ നഗരസഭാ കൗൺസിലിന്റെ ജനാധിപത്യപരമായ അധികാരാവകാശങ്ങളിൽ കൈകടത്താനുള്ള നീക്കത്തെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ്. തിരൂർ MLA പോലെ ജനാധിപത്യ മര്യാദകൾ പാലിക്കേണ്ട ഒരാൾ നഗരസഭാ സ്റ്റേഡിയത്തെ സംബന്ധിച്ച് ഏകപക്ഷീയമായി പദ്ധതി പ്രഖ്യാപനം നടത്തിയത് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് യോജിച്ചതല്ലെന്നും എസ് ഗിരീഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തയ്യിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. മുഖ്യമന്ത്രിക്ക് ഈ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അധികാരമില്ല. അത് ഈ തിരൂർത്തെ ജനം തെരഞ്ഞെടുത്തത് ഞങ്ങളെയാണ്. ഞങ്ങൾ 38 ആളുണ്ട്. ഞങ്ങളറിയാതെ ഒരു MLAക്കും ഇവിടെ ഒന്നും പ്രഖ്യാപിക്കാൻ കഴിയില്ല. അതാണ് ജനാധിപത്യം. സ്റ്റേഡിയം വികസനത്തിന് സ്വകാര്യ നിക്ഷേപം എന്ന ആശയം ആരുടെ അഭിപ്രായമാണെന്ന് MLA വ്യക്തമാക്കണമെന്ന് LDF കൗൺസിലർമാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. തുടർച്ചയായി കൗൺസിലിന്റെ ജനാധിപത്യ അവകാശങ്ങൾ കവർന്നെടുക്കുന്നുവെന്നും താഴെപ്പാലത്തെ വ്യാപാരമേളയുടെ കാര്യത്തിലും വഴിയോര കച്ചവടക്കാരുടെ കാര്യത്തിലും ഓട്ടോറിക്ഷ പെർമിറ്റിന്റെ കാര്യത്തിലും കൗൺസിൽ അറിയാതെയാണ് തീരുമാനങ്ങൾ വന്നതെന്നും പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പറഞ്ഞു. തിരൂർ നഗരസഭാ കൗൺസിലിന്റെ ജനാധിപത്യപരമായ അധികാരാവകാശങ്ങളിൽ കൈകടത്താൻ ആര് ശ്രമിച്ചാലും അതിനെ പ്രതിരോധിക്കും എന്നത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് തിരൂർ MLA ഏറെ ബഹുമാന്യനും ആദരണീയനുമാണ്. പക്ഷേ അദ്ദേഹം ഇന്നലെ നടത്തിയ നടപടി അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് ഒട്ടും യോജിച്ചതല്ല. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്റ്റേഡിയം നവീകരിക്കുന്നതിനെ സംബന്ധിച്ച് നഗരസഭാ കൗൺസിൽ പോലും ചർച്ച ചെയ്യാതെ ഒരു പദ്ധതി ഏകപക്ഷീയമായി അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് കേവലം MLAയുടെ ഒരു യോഗമല്ല. ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാരും ചെയർപേഴ്സണും പിന്നെ MLAയും ഒക്കെ ചേർന്ന് ഒരു യോഗത്തിൽ കൗൺസിൽ എടുക്കേണ്ട അധികാരങ്ങൾ, തീരുമാനങ്ങൾ ഒക്കെ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനാധിപത്യ വ്യവസ്ഥിതിയോടും ജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണ്. ഇത് തുടർച്ചയായി നടക്കുകയാണ്. നഗരസഭാ കൗൺസിൽ കൈക്കൊള്ളേണ്ട തീരുമാനങ്ങൾ നഗരസഭാ കൗൺസിലർമാർ പത്രത്തിൽ നിന്ന് വായിച്ചറിയേണ്ടുന്ന സ്ഥിതി എന്ന് പറയുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ രീതിയാണ്. ഇത് ആദ്യത്തെ തവണയല്ല. താഴെപ്പാലത്ത് വ്യാപാരമേളയുടെ കാര്യത്തിലും അതുപോലെ തന്നെ വഴിയോര കച്ചവടക്കാരുടെ വിഷയത്തിലുമൊക്കെ നഗരസഭാ കൗൺസിൽ എടുക്കേണ്ടുന്ന തീരുമാനം നഗരസഭാ കൗൺസിൽ ചർച്ച ചെയ്യാതെ, നഗരസഭാ സെക്രട്ടറി അറിയാതെ ഏകപക്ഷീയമായി പിന്നെ നടപ്പാക്കുകയാണ്. ഈ നഗരത്തിൽ ഓട്ടോറിക്ഷ പെർമിറ്റുകൾ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അപേക്ഷകൾ സ്വീകരിക്കുന്ന കാര്യം ഇതിനു മുമ്പ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഇങ്ങനെ ഏകപക്ഷീയമായ രീതിയിൽ കൗൺസിലിന്റെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ശ്രമം ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. നഗരസഭാ കൗൺസിൽ കൈക്കൊള്ളേണ്ട തീരുമാനങ്ങൾ കൗൺസിലർമാർ പത്രത്തിൽ വായിച്ചറിയുക എന്നത് പൊതുജനങ്ങളോടും ജനാധിപത്യത്തോടുമുള്ള വെല്ലുവിളിയാണെന്നും അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന തിരൂരിന്റെ സ്വപ്നത്തെയും സാധ്യതയെയുമാണ് ഇന്നലെ പ്രഖ്യാപിച്ച പദ്ധതികൾ തകർക്കാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ്, വി നന്ദൻ, അനിത കല്ലേരി, എസ് ഷബീർ അലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെട്ട ന്യൂസ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.